Hello guys, welcome back to my YouTube channel. So ഇന്നത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, അതിനു മുമ്പ് നിങ്ങളൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഞാൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ബാക്ക് അടിച്ച് കളഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടാൽ ഗൈസ്, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നില്ല. കൗണ്ട് ഉണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മൾ എന്നിട്ട് എത്രയ്ക്ക് ബോർഡായതുകൊണ്ടാണോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. എന്താണ് എൻ്റെ പ്രശ്നം കൊണ്ട് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ അത്യാവശ്യം റെക്കമെൻഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഈ ഡ്രീം എന്താണ്, എൻ്റെ ഡ്രീം എന്താണ് എന്ന് സ്റ്റിൽ ഇപ്പോൾ എല്ലാവരും ഞാൻ ചോദിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ബിടെക് എന്ന കോഴ്സ് ഡിഗ്രി എടുക്കാം എന്നാണ് എൻ്റെ ഒരു ഇത്. ലൈക്ക് എവിടെന്നെങ്കിലും എടുക്കണ്ടെന്നാണ് എൻ്റെ ഡ്രീം. ഡ്രീം എന്നല്ല, എവിടെനിന്നും എടുക്കണ്ട. ഞാൻ യൂണിക്കായതുകൊണ്ട്, നമ്മൾ യൂണിക്കായി ചിന്തിക്കുന്നതുകൊണ്ട് നമ്മൾ IIT മദ്രാസ് അല്ലെങ്കിൽ NIT ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് എന്താണ് ബിടെക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അത് ഒരു കെമിക്കൽ എഞ്ചിനീയറിങ് എടുക്കാം എന്നാണ് ഇപ്പോൾ എൻ്റെ ഡ്രീം. നേരത്തെ കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് കിട്ടാൻ പാടാണ് നേരെ ഷിഫ്റ്റ് ആക്കിയത് കെമിക്കൽ എഞ്ചിനീയറിങ് ആക്കി. സോ അപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ ഡ്രീം അവിടെ നിന്ന് സ്റ്റാർട്ടായെന്ന് വെച്ചാൽ കമ്പനി ഫ്രം നടുക്കാവരി. ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് സിനിമ ഇറങ്ങുന്നത്. 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് സിനിമ ഇറങ്ങിയത്, കമ്പനി ഫ്രം നടുക്കാവരി. ഞാൻ ആ മൂവി കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ് IIT എന്നതിൻ്റെ ഇവിടെ അറിയുന്നത്. അപ്പം അതിനകത്ത് ആ കടയിൽ ഇത്ര ഉള്ളൂ, ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്, ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകൊച്ചിൻ്റെ ചേട്ടൻ CBSE പഠിച്ചത്. പക്ഷേ ഈ കുട്ടി സ്റ്റേറ്റ് സിലബസിലാണ് പഠിപ്പിച്ചത്. പക്ഷേ ഇത് വീട്ടുകാർ ഇത് ചെയ്യാമെന്ന് വെച്ചാൽ പെൺകുട്ടികൾക്കൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല, അങ്ങനെ ഒരു ചിന്താഗതി. ആൺകുട്ടികൾക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാൻ ആ ഉണ്ടായിരുന്ന ചേട്ടനെ CBSE വീട്ടിൽ പഠിപ്പിക്കുന്നു. +2 റിസൾട്ട് വരുന്നു, തോക്കുന്നു, ഫെയിലാവും. അപ്പോൾ പിന്നെ അത് അന്നത്തെ ദിവസം TV യിൽ ഇങ്ങനെ ന്യൂസ് വരുന്നു, +2 CBSE ടോപ്പറിനെ ഇങ്ങനെ ഇൻ്റർവ്യൂ എടുക്കുന്ന പോലെ. അപ്പോൾ അതിനകത്ത് ആ ചേക്കനെ കണ്ട് ഈ പെണ്ണ് ക്രഷ് അടിച്ച് അവൻ അവിടെ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ IIT മദ്രാസ്. അപ്പോൾ അങ്ങനെ ക്രഷ് അടിച്ച് ഇവിടെ വിചാരിച്ചെങ്കിൽ അവനെ കാണാൻ വേണ്ടി IIT മദ്രാസിൽ പോകും. അപ്പോൾ ഇവർക്ക് JEE എക്സാം എഴുതണമല്ലോ. JEE എക്സാം എഴുതി ഇവർ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുന്നതായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് അടിച്ചാൽ IIT മദ്രാസ് കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പോകും. അങ്ങനെ എടുത്തു. പക്ഷേ അവിടെ ചെന്ന് എല്ലാ സെമ്മിനും ഒരു സെം എക്സാം എങ്ങാണ്ട് തോറ്റു. ഒരു സെമ്മിലെ എല്ലാ സബ്ജക്റ്റിനും എല്ലാത്തിനും തോറ്റു പോകും. അപ്പോൾ അങ്ങനെ അവിടെ അപ്പോൾ ആ ചെറുക്കനൊക്കെയാണ് ഇവിടെ ഇങ്ങനെ സിമ്പിളുള്ള ലൈക്ക് സ്റ്റോറി ഒന്ന് കംപ്ലീറ്റ് പറയുന്നത്. ഇതാണ് എൻ്റെ ഒരു ഡ്രീം സ്റ്റാർട്ടായത്. ഡ്രീം തുടങ്ങിയത് ഇവിടെ നിന്നായിരുന്നു, ഫ്രം ദിസ് മൂവി. ഞാൻ ഒരാളുടെ ഒരു ലൈക്ക് ഞാൻ ആരെപ്പോലെ ഈ റിയൽ ആയിട്ടുള്ള ഒരു ഇത് വെച്ചാണ് ഞാൻ ഒരു മൂവിയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് കണ്ട് കയറിയാണ് NIT ഒരു IIT. ഈ IIT എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു 0.1% ആൾക്കാർക്ക് മാത്രമേ കിട്ടുന്ന ഒരു സാധനമാണ് IIT. അപ്പം ഈ ഒരു സംഭവം എനിക്ക് 10ാം ക്ലാസ്സിന് ഡ്രീം ഉണ്ടായിരുന്നു. സോ 10ാം ക്ലാസ്സിന് ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ +1 എൻട്രൻസ് പഠിക്കാം. ആദ്യം വെച്ച് ഇൻ്റഗ്രേറ്റഡ് പോകുമ്പോൾ വിചാരിച്ചു നടക്കില്ല, കാരണം അതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. നമ്മൾ പോയാലും നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഉള്ളത് നാണക്കേട് പ്ലസ് പൈസ കുട്ടൽ അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ എനിക്ക് പോകാനൊരു മടി. അല്ല, വീട്ടിൽ അത്രയും ഇതായിട്ടുള്ള ആൾക്കാരൊന്നും ജസ്റ്റ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അതുകൊണ്ട് എനിക്ക് അത്ര അഫോർഡബിൾ ആയിട്ടുള്ള എനിക്ക് തോന്നിയില്ല, പറ്റത്തില്ലായിരുന്നു. അത്ര അഫോർഡ് ചെയ്യാനുള്ള ഇതില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പോയില്ല. +1 ഓൺലൈൻ എടുക്കാമെന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു അതിൻ്റെ ഒരു ഇത് കൊണ്ടുപോകാൻ ഭയങ്കര പാടായിരിക്കും, പ്രഷറായിരിക്കും. അപ്പോൾ അതോടെ ഞാൻ വിളിച്ചെങ്കിൽ അതിന് ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് വിടാം. +2 കഴിഞ്ഞ് ഇനി ഒരു വർഷം റിപ്പീറ്റിന് വിടാൻ എന്നോട് പറഞ്ഞായിരുന്നു പേരൻസ്. അപ്പം ഞാൻ പക്ഷേ +1 നല്ലപോലെ ഉഴപ്പിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ. +1 നല്ലപോലെ ഉഴപ്പിയായിരുന്നു. അപ്പോൾ +1 നല്ലപോലെ ഉഴപ്പിയപ്പോൾ തന്നെ മാർക്ക് കുറഞ്ഞായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഡ്രീം അവിടെ വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യാനാണ് ചെയ്യുന്നത്. പിന്നെ +2 കയറിയപ്പോൾ വീണ്ടും റീസ്റ്റാർട്ടായി. ഇവിടെയൊക്കെ ഒരു ആഗ്രഹം പോലെ വന്നു. ഞാൻ വീണ്ടും +2 കഷ്ടപ്പെട്ട് പഠിക്കുന്നു. പക്ഷേ പരീക്ഷയെല്ലാം തലതിരി ഞാനിന്ന് വന്നത് എല്ലാവർക്കും അറിയാനില്ല. +2 പരീക്ഷ അത്യാവശ്യം കട്ട് ചെയ്യായിരുന്നു. അപ്പോൾ എൻ്റെ ഡ്രീം സത്യം പറഞ്ഞാൽ എവിടെയൊക്കെയോ പോയി. ഞാൻ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് റിപ്പീറ്റിന് പോകണം, IIT NIT സീറ്റ് മേടിക്കണം. കാരണം ഇതെന്താണെന്നറിയോ, ലൈക്ക് നമ്മൾ ഒരു ബിടെക് കോഴ്സ് പഠിക്കുകയും കാണിക്കും, നമ്മൾ നല്ല സ്ഥലത്തു നിന്ന് പഠിക്കണം. ലൈക്ക് നല്ല
ഇപ്പം ഒരു എവിടെ നിന്നെങ്കിലും ഒരു ഡിഗ്രി എടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഒരു നല്ല സ്ഥലത്ത് ഡിഗ്രി എടുക്കുന്നതാണോ? അതോ ഇപ്പം ഞാൻ പറയാം എഞ്ചിനീയേഴ്സിൻ്റെ ഇവിടെ ജോബിലെന്ന് പറയുന്നത് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നതായിരിക്കും. മേ ബി പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ട് ഇറങ്ങുന്ന കുട്ടികൾക്കായിരിക്കും മേ ബി ജോബില്ലാതെ നടക്കുന്നത്. അതേസമയം IIT-നും NIT-നും പഠിച്ച കുട്ടികൾക്കും ഒരു 90% അല്ലെങ്കിൽ 95% ആൾക്കാരും പ്ലേസ്മെൻറ്റ് കിട്ടുന്നുണ്ട്. 5% ആൾക്കാരാണ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതൊക്കെ ഒരു നമ്മളിപ്പോൾ അവിടെ പഠിക്കുമ്പോൾ നമുക്കറിയാം. എൻ്റെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ IIT-യുടെ ഷോർട്സ് മാത്രം, IIT-ലെ ഡെയിലി വ്ളോഗേഴ്സ്, IIT സ്റ്റുഡൻസിൻ്റെ വ്ളോഗേഴ്സ്, അവിടെ വ്ളോഗ് ചെയ്യുന്ന സ്റ്റുഡൻസ്, അവരുടെയൊക്കെ റീൽസും ഷോർട്സും ഒക്കെയാണ് എൻ്റെ ഇതിനകത്ത് കൂടുതൽ. എനിക്ക് ഉള്ളിനുള്ളിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം. സ്റ്റിൽ ഞാൻ കീമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഭയങ്കര ഡിസ്ട്രാക്ഷൻസും ലൈക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. വീട്ടിൽ നിന്ന് എൻ്റെ അടുത്തുള്ള പിള്ളേരൊക്കെ ഒരാൾ ഗൾഫിൽ പോയി, എൻ്റെ ഒരു ഫ്രണ്ട് ഗൾഫിൽ പോയി, ഒരാൾ അടിച്ചു പൊളിക്കാൻ പോകും, ഒരാൾ ആലപ്പുഴ ഡെയിലി ഇറങ്ങാൻ പോകും, അങ്ങനെ സംഭവം. ഞാൻ മാത്രം ഇങ്ങനെ കീമിൻ്റെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത്യാവശ്യം എനിക്ക് നല്ല രീതി മടുപ്പല്ല, ഒരു വെക്കേഷൻ മൂഡ് പോലായി. എന്തൊക്കെ കാണിക്കാം. അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര 2 ദിവസം പഠിച്ചില്ല, പിന്നെ വിഷു ആയി, പിന്നെ അങ്ങനെ ഇത്രയും ദിവസം വന്നു. ഒരു മൈക്ക് ഒരു കുന്തവും ഞാൻ പഠിച്ചിട്ടില്ല കീമിന്. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലായി കീം അങ്ങനെ ഒരു ക്രാഷ് കൊണ്ടൊന്നും കിട്ടുന്ന, ഇത്രയും ദിവസം കൊണ്ടൊന്നും പഠിച്ചാൽ കിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ പോലെ അതിൻ്റെ മുമ്പത്തെ വർഷത്തെ പോലെ ഇത്രയും ദിവസത്തെ ഗ്യാപ്പ് നമുക്കില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കി റിപ്പീറ്റിന് വിടാം, റിപ്പീറ്റിന് പോയാൽ പറ്റത്തുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. അപ്പം ഞാനിവിടെ എനിക്ക് പറഞ്ഞു റിപ്പീറ്റിന് വിടണം, എൻ്റെ ആഗ്രഹം ഇതാണ്. ഞാനിവിടെ നേരത്തെ പറഞ്ഞാണ് ഞാൻ റിപ്പീറ്റിന് ചെയ്യാം എന്ന് ആഗ്രഹിച്ചു. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ എന്നെ ഇപ്പം എങ്ങും വിടത്തില്ല. വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും കോളേജിൽ നിന്നല്ലാതെ എങ്ങും വിടത്തില്ല. അതുപോലെ എനിക്ക് കീമ് കിട്ടിയാൽ എന്നെ വിടത്തില്ല എന്നുള്ളൊരു അവസ്ഥ ഞാനിപ്പോൾ എൻ്റെ കിട്ടി. സംഭവം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേർ 2K കിഡ്സ് കാരണം എന്നെ ഇപ്പം എങ്ങും വിടത്തില്ല. കത്തിക്കൊലപാതക കേസ്, ഡ്രഗ്സ്, വെള്ളവടി, തല്ലുപിടി, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാരണം എന്നെ ഒറ്റയ്ക്ക് എവിടെയും വിടത്തില്ല എന്നുള്ളൊരു ഇതായി വീട്ടുകാർക്ക്. അങ്ങനെ ഇവരൊക്കെ കാരണം തേഞ്ഞ് കൊട്ടിയിരിക്കുന്നത് ഇപ്പം ഞാനാണ്. എന്നാൽ അവനെയൊക്കെ അയച്ചു വിട്ട് നടക്കുകയാണ്. അയച്ചിട്ട് കോഴിയെ പോലെ ഞാനിവിടെ ഇങ്ങനെ ജയിലിനകത്തും കിടക്കുകയാണ്. ആണിപ്പോൾ എൻ്റെ സ്റ്റിൽ എൻ്റെ അവസ്ഥ. അപ്പം ഇതിന് മുമ്പ് ഞാൻ ജയിക്ക് റിപ്പീറ്റ് ചെയ്യാന്നുള്ള പ്ലാനുമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ അനന്തുൻ്റെ ഫ്രണ്ട് ഞങ്ങൾ 3 പേര് പ്ലാൻ ചെയ്ത് വെച്ചാൽ പിള്ളേണ്ടി പോകുമ്പോൾ ഒരു ഹോസ്റ്റലിൽ ഒരു റൂമിനകത്ത് 3 ബെഡ് എങ്ങാണ്ട ഒരു 3 പേർക്ക് താമസിക്കാം. അപ്പം അനന്തു അഭിരാമ അവൻ്റെ ഫ്രണ്ട് കൂടെ ആയിട്ട് നമുക്ക് താമസിക്കാം, സെറ്റാക്കാം, ആദ്യത്തെ മദ്രാസിൽ പോകാം, ഒരുമിച്ച് ഒരു ബ്രാഞ്ച് എടുക്കാം. അങ്ങനെയൊക്കെ ഒരു ബ്രാഞ്ച് ചെയ്ത് വെച്ചിട്ട് ലൈക്ക് എൻ്റെ ഡ്രീമോ എൻ്റെ അംബീഷനൊക്കെ എവിടെയൊക്കെയോ പോയി. എന്നെ ഹോസ്റ്റലിൽ വിട്ട് റിപ്പീറ്റ് ചെയ്യിപ്പിക്കത്തില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. മേ ബി ഈ ഹോസ്റ്റലിലെ പ്രശ്നം കൊണ്ടാണ് ഈ ഹോസ്റ്റലിൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലെ പിള്ളേരൊക്കെ ഈ കഞ്ചാവ് കേസുമായിട്ട് പിടിയിലായാലും പറഞ്ഞ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കാരണം ഇപ്പോൾ എന്നെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിനക്ക് അത്രയ്ക്ക് ബിടെക്കിന് വിടണമെന്ന് സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ ആഗ്രഹമാണ് ബിടെക്കിന് വിടണമെന്ന്. അച്ഛന് നല്ല ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ കസിൻസ് എല്ലാവരും ബിടെക് പഠിച്ചവരെ അങ്ങനെ വീട്ടിൽ നിന്ന് ആരും എൻ്റെ കസിൻസ് എല്ലാവരും ബിടെക് പഠിച്ചാണ്. ഒരാൾ എൻ്റെ BBS പഠിക്കുന്നു, ഒരാൾ രണ്ടൊന്നൊരു ബിടെക് പഠിച്ചിറങ്ങിയാണ്. അപ്പം കുടുംബത്തിൽ നിന്ന് എൻ്റെ ചേച്ചിയാണെങ്കിൽ ഡിഗ്രിക്കാണ് പഠിച്ചത്, സാധാ ഡിഗ്രി BSc മാത്സ് ആയിരുന്നു പഠിച്ചത് ചേച്ചി. അപ്പോൾ എന്നെ ഒരു ബിടെക്കിന് വിടണം എന്നാണ് സ്വാഭാവികമായിട്ട് അച്ഛൻ്റെ ആഗ്രഹം വരുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം അച്ഛൻ പറഞ്ഞു വെച്ചാൽ വീട്ടിൽ നിന്ന് പോയി വരാം, ആലപ്പുഴ ഒരു കോളേജ് ഉണ്ടല്ലോ, ഗസ്റ്റ് അടിക്കാമോ നിങ്ങൾക്ക്, ഞാൻ പേരൊന്നും പറഞ്ഞില്ല. എല്ലാ എക്സാംസിനും PSC ആണെങ്കിലും JEE-യുടെ എക്സാംസ് ആണെങ്കിലും അവിടെ സെൻറ്റർ വെക്കും. ഒരു അവിടെ സ്കൂളുണ്ട് ആ കോളേജിൽ.
സ്കൂളുണ്ട്, പോളിടെക്നിക് കോളേജുണ്ട്. ഏത് കോളേജാന്ന് പറയാം, ഞാൻ 6 ദശകം വരെ പറയാം. ഇതാണ് കോളേജ്. അപ്പോൾ ആ കോളേജ് വിടാനായിരുന്നു എന്നെ പ്ലാൻ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പ്രൈവറ്റ് കോളേജ് ഒരിക്കലും എനിക്ക് പറ്റത്തില്ല. കാരണം എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻസ് എല്ലാം ബിടെക് പഠിച്ചവരാണ്. അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ പ്രൈവറ്റിലാണ് പഠിച്ചത്. അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുക, അതൊരു പ്രൗഡാണ്. എനിക്കതൊരു വിലയാണ്, എൻ്റെ ഒരു പ്രൗഡ് മൂവ്മെൻറ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നതാണോ ബെറ്റർ, ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നതാണോ ബെറ്റർ? എൻ്റെ റിലേറ്റീവ്സ് ഇന്നലെ വന്നപ്പോൾ പോലും എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എഞ്ചിനീയറിംഗിന് റിപ്പീറ്റിന് വിടുന്ന ഫസ്റ്റ് തിങ് ആണ്. കാരണം പക്ഷെ ഞാൻ അപ്പോഴും പിടിച്ചു നിന്നു. കാരണം എനിക്ക് റിപ്പീറ്റിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഉള്ളിൽ എന്നെ വിടുമോ ഇല്ലോ എന്ന് എനിക്ക് അറിയില്ല. പിള്ളേണ്ടി പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒടുക്കത്തെ ഫീസും ആയിരിക്കും. കാരണം എനിക്ക് +2 അത്യാവശ്യം മാർക്കും കാണത്തില്ല. കാരണം അറിയാമല്ലോ, +2 മാർക്ക് എനിക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. സോ +2 എനിക്ക് എന്തായാലും മാർക്സ് കുറവായിരിക്കും. അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടത്തില്ല. പിന്നെ ഒരു ഓപ്ഷനാണ് എജിപ്പോർട്ട്. എജിപ്പോർട്ടിൽ നിന്ന് അവിടുത്തെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരെ കണ്ട, അപ്പോൾ അതും വിടത്തില്ല. അപ്പോൾ എന്നെ എന്തായാലും വിടാൻ പോകുന്നെന്ന് പറയുന്നത് സൈലത്തിൻ്റെ ആയിരിക്കും. ഓക്കെ, അത് അമ്മയ്ക്കും ഇഷ്ടമാണ് സൈലത്തിൽ പോകാൻ. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ നിർത്തി പഠിപ്പിക്കത്തില്ല. വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ മതി. റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ വീട്ടിൽ ഇരുന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി. നമ്മൾ നടക്കത്തില്ല. കാരണം വെച്ചാൽ ഇത് ഇത്രയും ഞാൻ കീമിങ് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ മീൻസ് വീട്ടിൽ നിന്ന് പഠിക്കാൻ നോക്കിയിട്ട് പറ്റില്ല. കാരണം നമ്മൾ വീട്ടുകാരോട് എൻഗേജ് ആവും. വീട്ടുകാർ സംസാരിക്കുമ്പോൾ നമ്മൾ കൂടെ പോയി സംസാരിക്കും. ഒരു വെക്കേഷൻ മോഡ് പോലെ ആയി. അപ്പം നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് പഠിക്കുന്നത് നമുക്ക് ഒട്ടും ശരിയാകത്തില്ല. നമ്മൾ പഠിക്കുന്നവരുടെ കൂടെ പോയി പഠിക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇത് കിട്ടത്തുള്ളൂ, ഒരു കോമ്പറ്റീഷൻ ഫീൽ കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അവനെ പറ്റത്തില്ല. പക്ഷേ ഞാൻ റിപ്പീറ്റിന് ഓൺലൈനായിട്ട് വിടത്തുള്ളൂ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ആ സമ്മതിക്കോ ഇല്ലെന്ന് നടക്കുന്നത് ഞാൻ മാറ്റണം. സ്റ്റിൽ എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ IIT തന്നെയാണ്. ഇനിയിപ്പോൾ എനിക്കൊരു കോളേജ് കിട്ടിയാൽ പോലും, അല്ലെങ്കിൽ ഞാനിപ്പോൾ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഒരിക്കലും ഞാൻ ഓപ്റ്റ് ചെയ്യത്തില്ല ബിടെക്കിന് ഞാൻ. ഇനിയിപ്പം എനിക്ക് ബിടെക് കിട്ടിയപ്പോഴും ഞാൻ ഒരിക്കലും ബിടെക് പ്രൈവറ്റിൽ പഠിക്കത്തില്ല. വേറെ ഡിഗ്രിക്കും പോകത്തുള്ളൂ, മാത്സോ അല്ലെങ്കിൽ വേറെ ഞാൻ പോകത്തുള്ളൂ, കമ്പ്യൂട്ടർ സയൻസ് എടുത്തങ്ങനെ പോകത്തുള്ളൂ. ഒരിക്കലും പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കത്തില്ല എന്നുള്ള ഉറപ്പ് തീരുമാനം. കാരണം പക്ഷെ അച്ഛന് ഇവിടെ അടുത്തൊരു കോളേജിൽ കൊണ്ട് ചേർക്കണം, ഞാൻ പ്രൈവറ്റിൽ പഠിപ്പിച്ചാൽ മതി എന്നൊരു ആഗ്രഹം കൊണ്ട് അച്ഛൻ വന്നു. പക്ഷെ ഞാൻ ഒരിക്കലും അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. എനിക്ക് ബിടെക് പ്രൈവറ്റിൽ പഠിക്കാൻ ഒട്ടും താല്പര്യമില്ല. കാരണം ഒരു പ്രൈവറ്റിൽ പഠിക്കുമ്പോൾ ഒരു സംഭവം അറിയോ, സ്കൂൾ പിള്ളേർ പോകുന്നത് യൂണിഫോം പോയിട്ട് പ്രൈവറ്റ് ഒരിക്കലും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ കൺസെപ്റ്റ്, എൻ്റെ ഒരു ഇത് വെച്ച് എനിക്ക് ഭയങ്കര ഇതായിട്ടാണ്. നമുക്ക് ഒരു IIT ഷോർട്സ് ഒക്കെ കണ്ടാൽ IIT പഠിക്കുന്നവരുടെ ഷോർട്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു കളർ ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് ഇഷ്ടമുള്ള വേഷമായിട്ട് അവർ ആ ബ്ലോഗ്സ്, ആ ക്ലാസ് റൂമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കൊതി വരും. പഠിച്ചാൽ മതി. ആ ഒരു നാച്ചുറൽ ക്യാമ്പസ് നമുക്ക് ഈ പറയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട്. പക്ഷെ ഇവിടെ എനിക്കിപ്പം കീം പോലും നല്ല റാങ്ക് കിട്ടത്തില്ല. അപ്പം ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്യണം എന്താ പറയുക ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. ഇങ്ങനെ ഇനിയിപ്പം എനിക്ക് അറിയില്ല, ഇനി പാഷൻ ഡ്രോപ്പ് എടുക്കേണ്ടി വരുമെന്ന് പോലും എനിക്കറിയില്ല. ഇനി എടുക്കേണ്ടി വരും. ഗൈസ്, നിങ്ങളുടെ ഡ്രീമും നിങ്ങൾ എന്താ ചെയ്യാൻ പോണെന്ന് പറയാം. എന്നോട് ജയിക്കാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്നതിനോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. സോ വേറെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ഇതിനോട് ചെറിയ വീഡിയോ ആണ്. ചെറിയ വീഡിയോ ഇന്നലെ 14 മിനിറ്റ് ഉണ്ട്. അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.